റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന വാഹനം കേടായതിനെ തുടർന്ന് ഷോളയാർ അമ്പലപ്പാറയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. സെപ്റ്റിക് ടാങ്ക് പൊട്ടി മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. കൊടകര ഉളുമ്പത്തുകുന്നിൽ മാഹിയിൽ നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുവന്ന 20 കേസ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി മുബാസിനെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. തളിക്കുളം തമ്പാൻകടവ് അറപ്പയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. നീലഗിരി കുനൂർ സ്വദേശി അമനെയാണ് കാണാതായത്. പാലപ്പള്ളി കരിക്കുളത്ത് കാട്ടാന ആക്രമണം. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തിറങ്ങിയ ആന ശുചിമുറിയും സെപ്റ്റിക് ടാങ്കും കൃഷിയും നശിപ്പിച്ചു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന വാഹനം കേടായതിനെ തുടർന്ന് ഷോളയാർ അമ്പലപ്പാറയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 തുടങ്ങിയ ഗതാഗത തടസ്സം വൈകിട്ട് വരെ തുടർന്നു. റോഡിലെ ടൈൽസ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിനെത്തിയ വാഹനമാണ് യന്ത്ര തകരാർ മൂലം റോഡിന് കുറുകെ കിടന്നത്. ഇതോടെ ഇരുഭാഗത്തുനിന്ന് വന്നിരുന്ന വാഹനങ്ങളെല്ലാം സ്ഥലത്ത് കുടുങ്ങിക്കിടന്നു. തുടർന്ന് റോഡിന്റെ ഒരു ഭാഗം വൃത്തിയാക്കി ചെറുവാഹനങ്ങൾ കടത്തിവിട്ടു. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും തേയില എസ്റ്റേറ്റിലെ ലോറികളും ഗതാഗത കുരുക്കിൽപ്പെട്ടു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം വൻ മാലിന്യ കൂമ്പാരം. മഴക്കാല രോഗങ്ങൾ വ്യാപകമാകുന്നതിനിടയിലാണ് പൊതുസ്ഥലത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിലെ സുലഭ് കംഫർട്ട് സ്റ്റേഷനും കുടുംബശ്രീ ജനകീയ ഹോട്ടലിനും പുറകുവശത്താണ് വൻതോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. മാലിന്യ കൂമ്പാരത്തിനിടയിൽ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്ക് ടാർപോളിൻ കൊണ്ട് മൂടിയിട്ട നിലയിലാണ്. സെപ്റ്റിക് ടാങ്ക് പൊട്ടി ജനകീയ ഹോട്ടലിന് പിറകിലേക്ക് ഒഴുകിയെത്തുന്ന സെപ്റ്റിക് മാലിന്യങ്ങൾ പുറമെ നിന്ന് കാണാതിരിക്കാൻ ബോർഡ് വെച്ച് മറച്ചിരിക്കുകയാണ്. ദുർഗന്ധം മൂലം മൂക്ക് പൊത്തേണ്ട അവസ്ഥയാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ബസ് സ്റ്റാൻഡിൽ സാധനങ്ങൾ വാങ്ങുന്നതിനും ബസ് യാത്രക്കാരുമായി നൂറുകണക്കിന് പേരാണ് ദിനം പ്രതി എത്തുന്നത്. മഴക്കാലമായതോടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകിയെത്തുന്ന മാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മൂലം പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതരോ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുകാരോ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. മണലൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, അന്തിക്കാട്. കൊടകര ഉളുമ്പത്തുകുന്നിൽ മാഹിയിൽ നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പോലീസ് പിടികൂടി. 180 ലിറ്ററോളം വരുന്ന 20 കേസ് മദ്യമാണ് ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ മുബാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യം കടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാഹിയിൽ നിന്നാണ് മദ്യം കടത്തിക്കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. തളിക്കുളം തമ്പാൻകടവ് അറപ്പയ്ക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. നീലഗിരി കൂനൂർ സ്വദേശി 21 വയസ്സുള്ള അമനെയാണ് കാണാതായത്. കോയമ്പത്തൂരിൽ നിന്നെത്തിയ 7-അംഗ സംഘത്തോടൊപ്പമാണ് അവൻ കടൽ കാണാനെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കടൽക്ഷോഭം മൂലം തിരച്ചിൽ ദുഷ്കരമായത് തിരച്ചിലിനെ ബാധിച്ചു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ബീച്ച് അറപ്പ പരിസരത്ത് വെച്ചിട്ട് ഊട്ടിയിൽ നിന്ന് എത്തിയിട്ടുള്ള 7 അംഗ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കടലിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് 21 വയസ്സുള്ള അമ്മൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. നമ്മുടെ പരിസരവാസികളെല്ലാം തന്നെ കുട്ടികളോട് ഇറങ്ങരുതെന്ന് പലതവണ പറഞ്ഞിട്ടും അറപ്പയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കടലിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കടലിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നതാണ്. പലതവണ നമ്മൾ വരുന്ന ആളുകളെ ഇത് കൃത്യമായിട്ട് അറിയിച്ചിട്ടും എത്ര തന്നെ പറഞ്ഞാലും അനുസരിക്കാത്തൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധ്യത ഉണ്ടാക്കുകയാണ് നമ്മൾ ഈ പ്രദേശങ്ങളിലൊക്കെ. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടാന ആക്രമണം. കാരിക്കുളം ഉമ്മത്തൂർ മൊയ്തീന്റെ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തി. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. പറമ്പിന്റെ അതിർത്തിയിലെ സംരക്ഷണ ഭിത്തി തകർത്താണ് ആന വീട്ടുമുറ്റത്തെത്തിയത്. വാഴയും മറ്റ് കാർഷിക വിളകളും നശിപ്പിച്ച ആന ശുചിമുറിയുടെ വാതിലും സെപ്റ്റിക് ടാങ്കും തകർത്തു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നുവെങ്കിലും ഭീതി മൂലം പുറത്തേക്കിറങ്ങിയില്ല. ഇഞ്ചക്കുണ്ടിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി നാശം വിതച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്.
ഭിന്നിപ്പിന്റെ ആശയത്തെ പ്രതിരോധിക്കുവാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നാണ് മുസ്ലിസിന്റെ ചരിത്രമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി പുതുക്കിപ്പണിത ചേരമാൻ ജുമാ മസ്ജിദ്, കൊടുങ്ങല്ലൂർ ക്ഷേത്ര മ്യൂസിയം കെട്ടിടം ഉൾപ്പെടെയുള്ള വിവിധ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക സമൂഹം മുസ്ലിസ് പദ്ധതിയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഐക്യവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ നാടിന്റെ ചരിത്രം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പൈതൃക പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നവർക്കുള്ള മുസ്ലിസ് പാസ്പോർട്ട് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മുസ്ലിസ് പൈതൃക പദ്ധതി റിപ്പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ K. മനോജ് കുമാർ അവതരിപ്പിച്ചു. ടൂറിസം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി K. ബിജു, ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VS ദിനൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുക്കാട് മണ്ഡലത്തിലെ 40,000 വനിതകൾ കൃഷിയിലേക്ക് എന്ന ആശയം മുൻനിർത്തി ആരംഭിച്ച പൊലിമ പുതുക്കാട് പദ്ധതിയുടെ 4ാം ഘട്ട പൂർത്തീകരണവും പുരസ്കാര വിതരണവും നടന്നു. തൃക്കൂർ പാലയ്ക്കപ്പറമ്പിൽ നടന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് കുടുംബശ്രീ മിഷൻ പ്രോഗ്രാം ഓഫീസർ S. ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, അജിത സുധാകരൻ, അശ്വതി VB, K. രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലതലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്ത അയൽക്കൂട്ടങ്ങളായ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ അതുല്യ അയൽക്കൂട്ടത്തിന് 1ാം സ്ഥാനവും, വല്ലച്ചിറ പഞ്ചായത്തിലെ സൗന്ദര്യ അയൽക്കൂട്ടത്തിന് 2ാം സ്ഥാനവും, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അർപ്പണ അയൽക്കൂട്ടത്തിന് 3ാം സ്ഥാനവും ലഭിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി സുന്ദരി മോഹൻദാസിന്റെ പേര് പരാമർശിച്ചു. സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി പ്രകാരമുള്ള കടപ്പുറം പഞ്ചായത്തിലെ 9 കുടുംബങ്ങൾക്കുള്ള ഭൂമി കൈമാറ്റ ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. 3 സെന്റ് ഭൂമിയുടെ ആധാരം MLA കൈമാറി. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP മൻസൂർ അലി, ശുഭ ജയൻ, പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് സമീറ ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥലത്തിനും വീടിനുമായി 10 ലക്ഷം രൂപയാണ് പുനർഗേഹം പദ്ധതി പ്രകാരം സർക്കാർ നൽകുന്നത്. കടലിന്റെ സ്വാഭാവികമായ രീതിയിലുള്ള ആക്രമണം തുടങ്ങി. അത് നമ്മളൊരു ശാശ്വത പരിഹാരമാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. കടലിന്റെ ഒരു നിശ്ചിത അളവിൽ താമസിക്കുന്ന ആളുകളെ അവിടെ മാറ്റി താമസിപ്പിക്കൽ തന്നെയാണ് ശാശ്വതമായ പരിഹാരം. നമ്മൾ എത്ര തടവിനാലും കടൽ വരുന്നതിന് ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കിഴക്കോട്ട് കടൽ കയറുന്നത്. ഉപഭോക്തൃ കമ്മീഷനുകളിൽ ലഭിക്കുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന സമിതി യോഗം ആവശ്യപ്പെട്ടു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ നേതാക്കളായ ജോർജ് തോമസ്, ഉഷ രാമചന്ദ്രൻ, CR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾ മുഴുവൻ നടത്താൻ പറ്റും. ഇതിന് വേറെ കാശ് കഴിയുമ്പോൾ കൂടിയാണ് ഈ മെമ്പർഷിപ്പ് കൊണ്ട് ജില്ലാ അടിസ്ഥാനത്തിലായാലും സംസ്ഥാന അടിസ്ഥാനത്തിലും എത്ര മെമ്പർമാരുണ്ട്, അവർക്ക് സാമ്പത്തികമായ നിലവാരം എന്താണ്, ഏത് സംഘടന വിപുലീകരിക്കാമെന്ന് വരികയും അല്ലെങ്കിൽ അതിന്റെ പ്രകടനം നടത്തണമെന്ന് വരികയും സാമ്പത്തികം വളരെ അനിവാര്യമാണ്. എനിക്ക് അതേപോലെ ആലപ്പുഴ പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാർ നമ്മുടെ ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം കൂടുന്ന കമ്മിറ്റിയിൽ വന്ന് അതായത് ദേശീയതലം അതേപോലെ സംസ്ഥാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടായ ഒരു തീരുമാനമാണ്.
ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ സനീഷ് കുമാർ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിക്ക് കീഴിൽ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ സ്കോളർഷിപ്പ് നൽകും. 500 വിദ്യാർത്ഥികൾക്ക് 5000 രൂപ വീതം നൽകുന്നതാണ് പദ്ധതി. ഉദ്ഘാടനം 12-ാം തീയതി ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് വിതരണം ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന മലക്കപ്പാറ മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കായി 8 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ചാലക്കുടി മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും നിയോജകമണ്ഡലം പരിധിയിലെ സർക്കാർ എയ്ഡഡ് വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമാണ് സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തതെന്ന് സനീഷ് കുമാർ ജോസഫ് എംഎൽഎ പറഞ്ഞു. ഈ വർഷവും ഈ പദ്ധതി കൂടാതെ ആ കുട്ടികൾക്കും തന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 8 ലക്ഷം രൂപയുടെ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അവരുടെ അങ്ങനെ 34 ലക്ഷം രൂപയാണ് വിദ്യാഭ്യാസ രംഗത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക വിഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി പി ശ്രീനിവാസനെയും സെക്രട്ടറിയായി നവീൻ ഭഗീരഥനെയും ട്രഷററായി ഷാജൻ ചക്കാലക്കലിനെയും തെരഞ്ഞെടുത്തു. വാർഷിക പൊതുയോഗവും മുൻ നഗരസഭാ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് കൺവീനർ പി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. VR സുകുമാരൻ, KA റിയാസുദ്ദീൻ, ഷോബി കെ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. എട്ട് 9 തീയതികളിലെ കടയടപ്പ് സമരത്തിന് മുന്നോടിയായി റേഷൻ ഡീലേഴ്സ് തലപ്പള്ളി താലൂക്ക് സംയുക്ത സമരസമിതി വിളംബര റാലിയും ധർണയും നടത്തി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി സപ്ലൈ ഓഫീസ് പരിസരത്ത് സമാപിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. K സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ K അജിത് കുമാർ, സെബാസ്റ്റ്യൻ കൊച്ചേരി, പ്രതീഷ് അപ്പു, V ശ്രീധരൻ, C കണ്ണൻ ചേറ്റൂട്ടി, BR ബാലാജി, V സുരേന്ദ്രനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡ് തകർന്നു. പൗണ്ട് മുതൽ കുടുംബാരോഗ്യ കേന്ദ്രം വരെയുള്ള റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്. മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരുന്ന പ്രായമായവരടക്കം ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. നിരവധി സ്കൂൾ വാഹനങ്ങൾ പോകുന്ന റോഡ് തകർന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. മറ്റത്തൂർക്കുന്ന് ആറ്റപ്പള്ളി റോഡിൽ കുഴികൾ നിറഞ്ഞതോടെ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായി. ആറ്റപ്പള്ളിയിൽ നിന്ന് മറ്റത്തൂരിലേക്ക് പോകുന്ന ഭാഗത്ത് 200 മീറ്ററോളം റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാസങ്ങൾക്ക് മുൻപേ കുഴികൾ രൂപപ്പെട്ട റോഡ് മഴക്കാലമായതോടെ കൂടുതൽ ശോച്യാവസ്ഥയിലായി. കൊടകരയിൽ നിന്ന് നന്ദിപുലം, വരന്തരപ്പള്ളി, മുപ്പുളിയം എന്നിവിടങ്ങളിലേക്ക് ആറ്റപ്പള്ളി പാലത്തിലൂടെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന റോഡാണിത്. യാത്രാ ദുരിതം കണക്കിലെടുത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 10ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചുറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി. സ്പന്ദനം പ്രസിഡന്റ് CO ദേവസി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, സ്പന്ദനം സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, PSA ബക്കർ, JN മേലേതിൽ, KS ജോർജ്, കൌൺസിലർ AD അജി തുടങ്ങിയവർ സംസാരിച്ചു. ഗൂത്തലി ലഡു, ധരണി, ദായം എന്നീ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ചലച്ചിത്രോത്സവം 9-ാം തീയതി സമാപിക്കും. വിവിധ ഭാഷകളിലുള്ള 25ഓളം ചലച്ചിത്രങ്ങളും 25ഓളം ഹ്രസ്വചിത്രങ്ങളും ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കും. ഒരു മുൻ മന്ത്രിയെ ഇരുത്തി അല്ലെങ്കിൽ മന്ത്രിയെ ഇരുത്തി നമ്മൾ C രവീന്ദ്രനാഥ് അവർക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ പ്രാധാന്യം ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്.
റോഡിൽ പരിക്കേറ്റ് ബോധരഹിതനായി കിടന്നയാളുടെ ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാരെ മോട്ടോർ വാഹന വകുപ്പ് സ്നേഹാദരം നൽകി. വടക്കാഞ്ചേരി ചേലക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത ബസ് ജീവനക്കാരായ ഡ്രൈവർ സന്തോഷ്, കണ്ടക്ടർ ജിതിൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ആദരിച്ചത്. ജോയിന്റ് RTO അഫ്സൽ അലി ആദരം ഉദ്ഘാടനം ചെയ്തു. MVI AK രാജീവൻ അധ്യക്ഷത വഹിച്ചു. ആക്സ് പ്രസിഡന്റ് BV ഫ്രാൻസിസ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, G സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വകാര്യ വഴിയിൽ ടൈൽ വിരിച്ച് സ്ഥലമുടമയെ ഞെട്ടിച്ച് തൊഴിലുറപ്പ് പദ്ധതി. എറണാകുളത്ത് താമസിക്കുന്ന റോസ്മി മാമ്പിള്ളിയാണ് മാസങ്ങൾക്ക് ശേഷം മാളയിലുള്ള സ്ഥലത്തെത്തിയപ്പോൾ പഴയ വഴിയിൽ കട്ട വിരിച്ച റോഡ് കണ്ട് ഞെട്ടിയത്. കട്ട വിരിച്ച റോഡിന്റെ ഒരു വശത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ട വിരിച്ചതായി ശിലാഫലകവും സ്ഥാപിച്ചിട്ടുണ്ട്. മാള കിഴക്കനങ്ങാടി മാമ്പള്ളി റോഡ് കട്ടവിരിക്കൽ പദ്ധതിക്ക് ഈ വഴിയിൽ എന്താണ് കാര്യമെന്ന് മനസ്സിലാകാതെ വന്നപ്പോൾ പഞ്ചായത്തിൽ പരാതി നൽകി അന്വേഷിച്ചപ്പോഴാണ് റോഡ് മാറി കട്ടവിരിക്കൽ നടത്തിയതാണെന്ന് മനസ്സിലായത്. 4,93,412 രൂപ ചെലവഴിച്ചാണ് 100 മീറ്റർ വഴി ടൈൽ വിരിച്ചിട്ടുള്ളത്. നടപ്പവകാശം നൽകിയിട്ടുള്ള വഴിയിൽ അതിന്റെ ഉടമസ്ഥർ അറിയാതെയാണ് ടൈൽ വിരിച്ചിട്ടുള്ളതെന്ന് റോസ്മി നൽകിയ പരാതിയിൽ പറയുന്നു. മറ്റ് അവകാശികളുള്ള സ്ഥലത്തിൽ നിന്ന് സൗജന്യമായി പള്ളിയിലേക്ക് നൽകിയ 9 സെന്റ് ഭാഗത്ത് 3 പേർക്ക് വീട് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. മാള ഫൊറോന പള്ളി ഒരുക്കിയ വീടുകളിലേക്ക് നടപ്പവകാശമായി വഴി നൽകിയിട്ടുണ്ടെന്ന് അവകാശികളിൽ ഒരാളായ റോസ്മി പറഞ്ഞു. പഞ്ചായത്ത് ആസ്തിയിലില്ലാത്ത സ്വകാര്യ വഴിയാണ് ടൈൽ വിരിച്ചിട്ടുള്ളത്. TCV ന്യൂസ്, മാള. ഡിവൈഎഫ്ഐ മതിലക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ദേശീയപാതയിൽ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുക, ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്ന പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. നിരവധി തവണ NH അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാത്തതിനാലാണ് സമരവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നത്. മതിലകം സെന്ററിൽ സംഘടിപ്പിച്ച സമരം ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബാദുഷ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അൽകേഷ്, മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്, ജില്ലാ കമ്മിറ്റി അംഗം റീമ K ഹമീദ്, CPM ലോക്കൽ സെക്രട്ടറി PH അമീർ തുടങ്ങിയവർ സംസാരിച്ചു. കാറ്റിനും മഴയ്ക്കും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയുടെ തീരദേശ മേഖലയിൽ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മതിലകം ഗ്രാമപഞ്ചായത്തിലെ ദേശീയപാതയോരത്തുള്ള, മതിലകം ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള ദേശീയപാതയോരത്തുള്ള മുഴുവൻ അപകടകരമായ മരങ്ങളും വെട്ടിമാറ്റണം എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളുടെയും സർക്കാർ ജീവനക്കാരുടെയും സംയുക്ത യോഗം തീരുമാനിക്കുകയുണ്ടായി. കടപ്പുറം പഞ്ചായത്തിന്റെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗം. ഇത് സംബന്ധിച്ച് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. കടപ്പുറം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളെ ഹോട്ട്സ്പോട്ട് ഉൾപ്പെടുത്തുവാനുള്ള നടപടികൾ സർക്കാരിനോട് സ്വീകരിക്കുവാൻ ആവശ്യപ്പെടുവാനും യോഗത്തിൽ തീരുമാനിച്ചു. NCP പ്രതിനിധി MK ഷംസുദ്ദീൻ, TP കിഷോർ, തഹസിൽദാർ ജ്യോതി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അത്യാവശ്യ ഘട്ടങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അഞ്ചങ്ങാടി ഭാഗത്തുള്ള ഈ പറഞ്ഞിട്ടുള്ള ഭാഗത്ത് പിന്നെ ഇറിഗേഷൻ്റെ അഡീഷണൽ ഈ AXE AE ആ വിഭാഗത്തിന് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ 30 ലക്ഷത്തിൻ്റെയോളം അതിലൊരു 30 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരാരെങ്കിലും ഉണ്ടാവും. ദേവാങ്കണം ചാരുഹരിതം പദ്ധതിക്ക് മുല്ലശ്ശേരിയിൽ തുടക്കമായി. ദൈനംദിന പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള ചെടികളാണ് നട്ടുവളർത്തുന്നത്. ശ്രീ ഹനുമാൻകാവ് ക്ഷേത്ര പരിസരത്ത് ആരംഭിച്ച പദ്ധതി മുല്ലശ്ശേരി പഞ്ചായത്ത് കൃഷി ഓഫീസർ അമല ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസമിതി പ്രസിഡന്റ് TM വിജയൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രസമിതി സെക്രട്ടറി PA സുരേഷ്, KK അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ചേറ്റുവ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ഹൈവേ ഓഫീസിലേക്ക് CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മഴക്കാലത്ത് റോഡ് തകരുകയും റോഡ് സൈഡിലെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യുന്നത് ദേശീയപാത അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി. ഏരിയ കമ്മിറ്റി അംഗം AH അക്ബർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. മാലിക്കുളം അബ്ബാസ്, PS അശോകൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രസന്ന രണധീവ്, ഷാഹിന സലീം തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചറിയാൻ അത്ര പ്രയാസം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റിനെതിരായി
പാഞ്ഞാൾ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ BJP പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, വഴിവിളക്കുകൾ ഉടനടി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് BC ഷാജി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് CM സുമേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ അശ്വതി സജു, ലതാ ഭാസ്കർ, BJP പൈങ്കുളം മേഖലാ ജനറൽ സെക്രട്ടറി VP പ്രമോദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. BJP പാഞ്ഞാൾ ഏരിയയുടെ നേതൃത്വത്തിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ റോഡുകൾ ഇന്നോ ഇന്നലെയോ കേടുവന്നിട്ടുള്ളതല്ല. അത് മാസങ്ങളായി നാശോന്മുഖമായി സാധാരണക്കാർക്കും വാഹനയാത്രക്കാർക്കും യാത്രായോഗ്യമല്ലാത്ത രീതിയിൽ അത്രയും വലിയ രീതിയിലേക്ക് ഈ റോഡുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടകര 18-ാം വാർഡിൽ നിർമ്മിക്കുന്ന SC സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണോദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന സത്യൻ, ജോയ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക എന്നതിലുപരിയായി ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഒരു പുതിയ വികസന നയം തന്നെയാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ടിപ്പർ ലോറി രൂപമാറ്റം വരുത്തി അശ്രദ്ധമായി വാഹനമോടിച്ച ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഫോൺ വിളിച്ച് വാഹനമോടിച്ചതിന് നിലമ്പൂർ സ്വദേശി വിഭീഷിന്റെ ലൈസൻസാണ് തൃശൂർ എൻഫോഴ്സ്മെന്റ് RTO ജെബി ഐച്ചെറിയാൻ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. വാഹനം അനധികൃത രൂപമാറ്റം വരുത്തിയതിന് വാഹനത്തിന്റെ ഫിറ്റ്നസ് താൽക്കാലികമായി റദ്ദ് ചെയ്യുകയും ചെയ്തു. മിയൂരിലൂടെ സഞ്ചരിക്കുകയായിരുന്ന റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്താണ് നടപടിയെടുക്കുവാൻ നിർദ്ദേശം നൽകിയത്. പീച്ചി വെള്ളക്കാരിത്തടത്ത് വീട്ടുമുറ്റത്ത് നിന്ന് രാജവെമ്പാലയെ പിടികൂടി. മൂടിയിൽ ജോയിയുടെ വീട്ടുമുറ്റത്തു നിന്നാണ് വെള്ളിയാഴ്ച രാത്രി രാജവെമ്പാലയെ പിടികൂടിയത്. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി. ഏകദേശം 6 അടി നീളമുള്ള രാജവെമ്പാലയെയാണ് പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു. ഡീസൻ്റ് ബാഗ് കയറി പോയി. ചാവക്കാട് നഗരസഭ വായന പക്ഷാചരണ സമാപനവും വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, കൌൺസിലർമാരായ രാധാകൃഷ്ണൻ, KV സത്താർ, ഫസന രണദിവെ തുടങ്ങിയവർ പങ്കെടുത്തു. താന്യം പഞ്ചായത്തിലെ മുതിർന്ന CPM നേതാവ് ഇയാനി സത്യൻ സ്മാരക ബസ് സ്റ്റോപ്പ് CPM ചെയർപേഴ്സൺ സെക്രട്ടറി AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. CPM താന്യം വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിബിൻ C ബാബു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം KS ഷിബു, ബ്രാഞ്ച് സെക്രട്ടറി PG സോമൻ, CPM ഏരിയ കമ്മിറ്റി അംഗം MB മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തനങ്ങളെ ആകെ പരിശോധിക്കാവുന്ന ഒരു അവസരം ഇതല്ല എന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഓർക്കുന്നത് ഞങ്ങളൊക്കെ ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3678 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ.
റോഡ് നിർമ്മാണത്തിന് കൊണ്ടുവന്ന വാഹനം കേടായതിനെ തുടർന്ന് ഷോളയാർ അമ്പലപ്പാറയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന് സമീപം വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. സെപ്റ്റിക് ടാങ്ക് പൊട്ടി മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. കൊടകര ഉളുമ്പത്തുകുന്നിൽ മാഹിയിൽ നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുവരുന്ന 20 കേസ് ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി മുബാസിനെ റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. തളിക്കുളം തമ്പാൻകടവ് അറപ്പിക്ക് സമീപം കൂട്ടുകാരുമൊത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. നീലഗിരി കുനൂർ സ്വദേശി യമനെയാണ് കാണാതായത്. പാലപ്പള്ളി കാരിക്കുളത്ത് കാട്ടാനയാക്രമണം. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തിറങ്ങിയ ആന ശുചിമുറിയും സെപ്റ്റിക് ടാങ്കും കൃഷിയും നശിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.